എല്ലാവർക്കും നമസ്കാരം. നാളെ അതിവിശിഷ്ടമായ ഒരു ദിവസമാണ്. നമ്മൾ സുബ്രഹ്മണ്യ ഭക്തർക്ക് പുണ്യങ്ങളിൽ പുണ്യമാസമായ ഈ വൈശാഖ മാസത്തിലെ അതിശക്തമായ വൈശാഖ ഷഷ്ടിയാണ് നാളെ ആഗതമാവുന്നത്. വർഷത്തിൽ പല ഷഷ്ടികൾ വരുന്നുണ്ട്. എന്നാൽ വൈശാഖ മാസത്തിലെ ഷഷ്ടി എന്നത് അമൃത ഷഷ്ടി എന്നാണ് അറിയപ്പെടുന്നത് പോലും. എന്തുകൊണ്ടാണ് ഈ ഷഷ്ടി ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മമാർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്കും ഈ ദിവസം നൽകുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ് കേട്ടോ. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി വിളിപ്പുറത്തെത്തുന്ന ഈ ഒരു പുണ്യ നിമിഷം നിങ്ങൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. വ്രതമെടുക്കാൻ പറ്റാത്തവർക്ക് പോലും ഈ ദിവസം ഈ ഒരു കാര്യം ചെയ്താൽ ജീവിതം മാറി മറിയും എന്നത് ഉറപ്പാണ്. അതെന്താണെന്നറിയാൻ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക കേട്ടോ. കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ. നമുക്ക് നോക്കാം എന്താണ് ഈ വൈശാഖ ഷഷ്ടി അല്ലെങ്കിൽ ഈ അമൃത ഷഷ്ടിയെ ഇത്രയധികം വിശേഷമാക്കുന്നത്. വൈശാഖ മാസം വിഷ്ണു ഭക്തിക്ക് ഉത്തമമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിഷ്ണു ഭക്തിയും മുരുകഭക്തിയും ഒത്തുചേരുന്ന അപൂർവ സംഗമമാണ് വൈശാഖ ഷഷ്ടി എന്ന് പറയുന്നത്. പുരാണങ്ങൾ പറയുന്നത് ഈ ദിവസം മുരുകൻ തന്റെ ഭക്തർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. പ്രത്യേകിച്ചും സ്കന്ദഷഷ്ടി പോലെ തന്നെ ഫലം നൽകുന്ന ഒന്നാണ് ഈ വൈശാഖ ഷഷ്ടി. നമ്മുടെ ജാതകത്തിലെ ചൊവ്വാദോഷങ്ങൾ മാറാനും കടബാധിതകളിൽ നിന്ന് മോചനം ലഭിക്കാനും ഈ ദിവസം മുരുകനെ ഭജിക്കുന്നത് പോലെ മറ്റൊരു പരിഹാരമില്ല എന്ന് തന്നെ പറയാം. അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അവരുടെ പഠനം, ജോലി, ആരോഗ്യം ഇതിനെല്ലാം വേണ്ടി ഈ ഷഷ്ടി ദിവസം നിങ്ങൾക്ക് മുരുകനോട് നേരിട്ട് ചോദിക്കാം. ഈ ദിവസം നിങ്ങൾ എടുക്കുന്ന വ്രതം മക്കളുടെ ദീർഘായുസിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതാണ്. ഷഷ്ടി ദിവസം മുരുകന് കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നത് മക്കളുടെ ബുദ്ധിശക്തിക്കും പഠനത്തിലുമുള്ള ഏകാഗ്രതയ്ക്കും അത്ഭുതകരമായ മാറ്റം നൽകുമെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങൾ നേരിടുന്നവർക്കും ഈ വഴിപാട് അതിവിശിഷ്ടമാണ് കേട്ടോ. ഈ കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്നത് ഇത് ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എങ്ങനെയാണ് ഷഷ്ടി വ്രതം കൃത്യമായി എടുക്കേണ്ടത്? ഷഷ്ടി ദിവസം അതിരാവിലെ, അതായത് സൂര്യോദയത്തിന് മുൻപ് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് സാധാരണ നിലവിളക്ക് കൊളുത്തുക. ഭഗവാന്റെ മുൻപിൽ ഷഷ്ടി കവചമോ മുരുകന്റെ സ്തോത്രങ്ങളോ ചൊല്ലുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഒരു നെയ് ദീപം ഭഗവാന് കൊളുത്തി വെക്കാവുന്നതാണ്. പാലും പഴവും മാത്രം കഴിച്ച് വ്രതമെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം സസ്യാഹാരം കഴിക്കാം. അതായത് ഒരിക്കൽ എടുത്തുകൊണ്ട് നമ്മൾക്ക് വ്രതം നോൽക്കാവുന്നതാണ്. ഇനി വ്രതമില്ലാത്തവർ എന്ത് ചെയ്യണം? കാരണം വ്രതം എടുക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് നിരാശപ്പെടേണ്ടതായിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ പോയി ഒരു പാൽ അഭിഷേകം വഴിപാടായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മുരുക ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണിത്. കൂടാതെ ഒരു മഞ്ഞ നിറത്തിലുള്ള പൂവ് വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഓം ശരവണഭവ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വ്രതമെടുത്ത അതേ ഫലം ഭക്തിയോടെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് ഈ പറഞ്ഞ കാര്യമൊന്ന് ചെയ്തുകൊണ്ട് ഈ വൈശാഖ ഷഷ്ടി ദിവസം ഭഗവാനെ ഒന്ന് വിളിച്ചു നോക്കിക്കോളൂ. അതായത് നിങ്ങൾക്ക് വ്രതമെടുക്കാൻ കഴിയുന്നില്ല, ഇനി ക്ഷേത്രത്തിലും പോകാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് വ്രതമെടുത്ത് അതേ ഫലം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഷഷ്ടി ദിവസം നമ്മൾ സാധാരണ വിളക്ക് കൊളുത്താറുണ്ട്. എന്നാൽ ഈ വൈശാഖ ഷഷ്ടിക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ മക്കളുടെ പേരിൽ ഞാൻ ഈ പറയുന്ന ചെറിയ മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കൂ. മക്കളുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് അമ്മമാർക്ക് തൊട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. അതായത് ഷഷ്ടി ദിവസം പൂജാമുറിയിൽ വരുത്തേണ്ട പ്രധാന മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ, അതായത് ഭഗവാന്റെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ, അതിനു മുന്നിൽ ഒരു ചെറിയ പാത്രത്തില് പാലോ പാനകമോ നിവേദ്യമായി വെക്കാവുന്നതാണ്. മക്കളുടെ ജാതകത്തിലെ ചൊവ്വാദോഷം മാറാനും ഇനി പഠനത്തിലും തൊഴിലിലും ഒക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ മക്കൾക്ക് നേരിടുന്നുണ്ടെങ്കിലും, ആരോഗ്യ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിലും, വിവാഹ കാലതാമസം നേരിടുന്നുണ്ടെങ്കിലും, അമ്മമാർ എന്ത് കാര്യത്തിലാണോ മക്കളെ ചൊല്ലി ഇപ്പോൾ ആ അമ്മ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെല്ലാം പൂർണ്ണമായ പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യം അല്ലെങ്കിൽ പാലോ നമ്മൾക്ക് ഭഗവാന്
അന്നേ ദിവസം സമർപ്പിക്കാവുന്നതാണ്. ഇനി പൂജാമുറിയിൽ സാധാരണ വിളക്ക് കൊളുത്തുന്നതിനേക്കാൾ ഈ ദിവസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമുണ്ട്. മഞ്ഞപ്പൂക്കൾ, അതായത് മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാനെ അലങ്കരിക്കുന്നത് ഭഗവാൻ ഏറെ പ്രിയങ്കരമാണ്. കൊന്ന പൂവോ മഞ്ഞ ചെണ്ടുമല്ലിയോ എന്തോ ആവാം, മഞ്ഞ കളറിലുള്ള എന്തെങ്കിലും ഒരു പുഷ്പം എടുത്ത് ഭഗവാനെ നമുക്ക് ഈ ഒരു ദിവസം അലങ്കരിക്കാവുന്നതാണ്. കൂടാതെ നിലവിളക്കിന് താഴെ നമ്മൾ എന്ത് ചെയ്യണം? അല്പം മഞ്ഞൾ പൊടി തൂകി അതിൽ വിളക്ക് വെക്കുന്നതും ഏറ്റവും ഐശ്വര്യമാണ്. അതായത് വിളക്ക് നമ്മൾ ഒരു തളികയിലാവുമല്ലോ വെക്കുക, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി തൂവിയിട്ട് നിലവിളക്കൊന്ന് വെക്കുക കേട്ടോ. ഏറ്റവും ഐശ്വര്യമാണ് ഈ ഷഷ്ഠി ദിവസം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കുമാരസൂക്ത പുഷ്പാഞ്ജലിയെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പൂജാമുറിയിൽ നമ്മൾക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കുന്നതിന് പകരം ഭഗവാന്റെ കുമാരസൂക്തമോ ഷഷ്ഠി കവചമോ ഉറക്കെ ചൊല്ലുകയോ അല്ലെങ്കിൽ നമുക്കൊന്ന് പ്ലേ ചെയ്യുകയോ ചെയ്യാം കേട്ടോ. അതായത് ചൊല്ലുന്നത് പോലെ തന്നെ അത്രയും കേമമാണ് നമ്മൾ ശ്രവിക്കുന്നതും. വീട്ടിലെ അന്തരീക്ഷത്തിൽ പോലും ഭഗവാന്റെ ഈ കുമാരസൂക്തമോ ഷഷ്ഠി കവചമോ ഉറക്കെ ചൊല്ലുന്നത് കേൾക്കുന്നത് തന്നെ അന്തരീക്ഷത്തിൽ പോലും വലിയൊരു മാറ്റം നമ്മൾക്ക് ഉണ്ടാക്കും. മക്കളുടെ പേര് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രധ്വനികൾ അവർക്ക് സംരക്ഷണം നൽകുമെന്നാണ് പറയുന്നത്. ഇനി മക്കളുടെ എണ്ണം അനുസരിച്ച് പൂജാമുറിയിൽ പ്രത്യേകമായി നെയ് ദീപം തെളിയിക്കുന്നത് ഈ വൈശാഖ ഷഷ്ഠി ദിവസം നമ്മുടെ ജീവിതത്തിൽ, അതായത് മക്കളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നത് ഉറപ്പാണ്. മക്കളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ ദീപം ഭഗവാന് നമ്മൾക്ക് സമർപ്പിക്കുന്നതിലൂടെ അവരുടെ ദോഷങ്ങളും അവർക്കിപ്പോൾ നേരിടുന്ന തടസ്സങ്ങളും എല്ലാം മാറി ഐശ്വര്യപൂർണമായ സർവകാര്യ സിദ്ധി ലഭിക്കുന്ന ഒരനുഗ്രഹമാണ് മക്കളുടെ ജീവിതത്തോട് ചേർന്നുണ്ടാവാൻ പോകുന്നത്. അതായത് 2 മക്കളാണെങ്കിൽ 2 നെയ്ദീപം പൂജാമുറിയിൽ തെളിയിക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഷഷ്ഠി ദിവസം മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിക്കാറുണ്ട്. നമ്മളുടെ മനസ്സിലെ ഒരു ആഗ്രഹം സങ്കല്പമായി ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട്. ഈ ഒരു വൈശാഖ ഷഷ്ഠി ദിവസം നിങ്ങൾ എത്ര മക്കളുണ്ടോ, അതായത് 2 മക്കൾ ഉണ്ടെങ്കിൽ 2 നെയ്ദീപം അവരുടെ പേരും നാളും നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് ആ ഓരോ നെയ്ദീപം ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ പേരും നാളും മനസ്സിൽ വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ, എന്തൊക്കെ നേടിക്കൊടുക്കാനാണോ അമ്മ മനസ്സ് ആഗ്രഹിക്കുന്നത് അതൊക്കെ മനസ്സിൽ പറഞ്ഞ് ഭഗവാനെ അത്രമേൽ വിളിച്ചുകൊണ്ട് ആ ഒരു നെയ്ദീപം സമർപ്പിക്കുക. അതുപോലെ തന്നെ അടുത്ത നെയ്ദീപം അടുത്ത കുട്ടിയുടെ പേരും നാളും ആഗ്രഹങ്ങളും എന്തൊക്കെ തടസ്സങ്ങളാണോ അവൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത് അതെല്ലാം മാറിക്കിട്ടാനും പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്ക് ആ ഒരു നെയ്ദീപവും ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ എത്ര കുട്ടികളുണ്ടോ അത്രയും നെയ് വിളക്ക് ഒരു ചെറിയ ചിരാതിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇനിയും ചിരാതില്ലാച്ചാലും നമ്മുടെ നിലവിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് അങ്ങനെ നെയ്ദീപമായിട്ട് കൊളുത്തി വെക്കാവുന്നതാണ്. ഇനി നമുക്കറിയാം ഷഷ്ഠി ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഭഗവാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ, നമ്മളെ കൊണ്ട് എന്ത് വഴിപാടാണോ ചെയ്യാൻ സാധിക്കുക. ഭഗവാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളൊന്നും അല്ല കേട്ടോ. നമ്മൾ കണ്ണു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി എൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റണേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ക്ഷിപ്രപ്രസാദിയാണ് ദേവസൈന്യാധിപനായ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി. അമ്മമാരെ വിളിച്ചാൽ പ്രത്യേക ഒരു ഇഷ്ടവുമാണ് ഭഗവാന്. അമ്മമാരെ മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി വിളിച്ചാൽ മുരുക ഭഗവാൻ അത് കേൾക്കാതിരിക്കാൻ കഴിയുമോ? ഉറപ്പായിട്ടും കേൾക്കും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് വലിയ വഴിപാടുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ചിലവരൊക്കെ അങ്ങനെയുണ്ട്. ചിലർ പറയാറുണ്ട് ഒന്ന് നിലവിളക്ക് കൊളുത്താൻ പോലും സാധിക്കില്ല, നമുക്കറിയില്ല. എല്ലാവർക്കും പല സാഹചര്യങ്ങളായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവരും ഒന്നും വിഷമിക്കേണ്ട. ഞാൻ അതാ പറഞ്ഞത്, മനസ്സ് നിറഞ്ഞിട്ട്, അതായത് ഒന്നും വ്രതമെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സ് നിറഞ്ഞ് അന്നേ ദിവസം ഭഗവാനെ വിളിച്ചാൽ, അതായത് നാവിലും മനസ്സിലും ഭഗവത് നാമങ്ങൾ, സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമങ്ങളും അതുപോലെ അതും വലിയ വലിയ മന്ത്രങ്ങളൊന്നും ആവണം എന്നില്ല കേട്ടോ. എൻ്റെ ഭഗവാനെ, എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് മനസ്സ് നിറഞ്ഞ് ഒന്ന് വിളിച്ചാൽ വലിയ വലിയ മന്ത്രങ്ങളോളം തത്തുല്യമായ ഫലം അതുപോലും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കറിയാം ഷഷ്ഠി ദിവസം നമ്മൾ പകൽ ഉറങ്ങാൻ പാടില്ല, മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല, എണ്ണ തേച്ചുള്ള കുളിയൊന്ന് മാറ്റിവെക്കണം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഷഷ്ഠി ദിവസങ്ങളിൽ ചെയ്യാറുള്ളത്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ഇനി ഷഷ്ഠി കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 23 വ്യാഴാഴ്ച ദിവസം അതിരാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച ശേഷം വേണം നമ്മൾ വ്രതം മുറിക്കാനായിട്ട്. തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ പ്രസാദമോ കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കാൻ. അതേ ദിവസം ഷഷ്ഠി ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വ്രതത്തിന്റെ ബലം ഇരട്ടിയാക്കും കേട്ടോ. ഈ ദിവസം, അതായത് ഷഷ്ഠി വ്രതം മുറിക്കുന്ന ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വ്രതത്തിന്റെ ഫലം ഇരട്ടിയാക്കും കേട്ടോ.
വിശ്വാസത്തോടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചോളൂ കേട്ടോ. ഈ വൈശാഖ ഷഷ്ഠി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും നീക്കി സന്തോഷം കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ ആഗ്രഹങ്ങൾ മുരുക ഭഗവാൻ ഉറപ്പായും നിറവേറ്റി കൊടുക്കുമെന്നതിന് നമുക്ക് യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്കായി നമ്മുടെ ചാനൽ വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഷഷ്ഠി ദിവസം നിങ്ങൾ മുരുകനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ കമന്റിൽ വേൽ മുരുക എന്നൊന്ന് രേഖപ്പെടുത്തിയാൽ അത്രയും സന്തോഷമാവും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും സദാസമയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.